അങ്ങനെ വീടൊക്കെ കഴുകി വൃത്തിയാക്കി ഇന്ന് രാവിലെ തന്നെ പെയിന്റ് വാങ്ങാൻ ഇറങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പെയിന്റ് വാങ്ങി വീട്ടിലെത്തി നേരെ അമ്മയുടെ റൂം തൊട്ട് വൃത്തിയാക്കി തുടങ്ങി. നേരത്തെ ഈ റൂമിൽ ഞാനായിരുന്നു കിടന്നിരുന്നത്. സമയദോഷം ഉച്ചത്തിൽ ഊച്ച് നിൽക്കുന്നവരായതുകൊണ്ട് പലരും പറഞ്ഞു കന്നിമ റൂമിൽ അച്ഛനും അമ്മയാണ് കിടക്കേണ്ടതെന്ന്. എന്നാൽ പിന്നെ അതും കൂടി കൊണ്ടിനി പുതിയൊരു പ്രശ്നമുണ്ടാവണ്ടെന്ന് കരുതി ഉള്ളതെല്ലാം കൂടി പറക്കി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റൂം അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ആദ്യം തന്നെ കന്നിമൂല റൂമിൽ നിന്ന് പണി അങ്ങ് തുടങ്ങി. ജനലിന്റെ കമ്പികളൊക്കെ നല്ല രീതിക്ക് പിടിക്കുകയാണെങ്കിൽ പിന്നെ കമ്പി ഇല്ലാതാകും. അതുകൊണ്ടെല്ലാം കൂടി ഒരു പരുവത്തിനങ്ങ് വൃത്തിയാക്കി. ഇനിയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പണി അങ്ങ് തുടങ്ങാമെന്ന് കരുതിയത്. ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിച്ചത് കൊണ്ട് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും കടയിലെ ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം 2 കോട്ട് പ്രൈമർ അടിക്കണം. അതും വെള്ളം മിക്സ് ചെയ്യേണ്ട അളവൊക്കെ കറക്റ്റ് ലിറ്റർ കണക്കിന് തന്നെ അളന്നങ്ങൊഴിച്ചു. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആരും കളിയാക്കരുത്. കാരണം യൂട്യൂബ് വീഡിയോകളിൽ നിന്നും പിന്നെ പെയിന്റ് കടയിൽ നിന്നും ചോദിച്ച അറിവ് കൊണ്ടാണ് ഞാൻ പെയിന്റ് അടിക്കാനായിട്ട് ചാടി അങ്ങ് ഇറങ്ങിയത്. അങ്ങനെ ഇപ്പോൾ എല്ലാ നല്ല പെയിന്റർമാരെയും മനസ്സിൽ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് അങ്ങ് പെയിന്റ് അടിച്ചു തുടങ്ങി. ഒന്നാമത്തെയും രണ്ടാമത്തെയും കോട്ട് അടിച്ചപ്പോഴേക്കും വൈകിട്ടായി സമയം. ബ്രഷും കഴുകി കയ്യും കാലും കഴുകി വീട്ടിലോട്ടൊന്ന് നോക്കിയപ്പോഴേക്കും ഒരു കാര്യം പിടികിട്ടി. ഞാൻ ഒറ്റയ്ക്ക് ഈ വീട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന്റെ ഡേറ്റ് കഴിഞ്ഞാലും ഞാൻ പെയിന്റ് അടിച്ചു കാണില്ല. അങ്ങനെ തൊട്ടടുത്ത ദിവസം പെയിന്റ് അടിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു പണിക്കാരനെ കൂടെ കൂട്ടി. പിന്നെയുള്ള 2 ദിവസം അയാളുടെ കൂടെ ഹെൽപ്പറായിട്ട് ഞാനങ്ങ് നിന്നു. പെയിന്റ് അടി എന്ന് പറയുന്നത് വെറുതെ റോളറിട്ട് ഉരുട്ടിയ പോരാ, നല്ല രീതിയിലെ കഷ്ടപ്പാടുണ്ടെന്ന് അന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ വീട്ടിലെ എന്ത് മെയിൻ്റെനൻസ് പരിപാടിക്ക് ഇറങ്ങിയാലും മഴ എന്ന് പറയുന്ന ആള് എവിടെന്നെങ്കിലും ഓടി ഇങ്ങെത്തിക്കോളും. ഇത്തവണയും അതിനൊരു കുറവുമില്ലാതെ വീടിനകത്ത് തന്നെ ഏതാണ്ട് കുറെ മഴ അങ്ങ് പെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ മേശരിയായിട്ട് നിന്ന പുള്ളിക്കാരനെ പിന്നെ കാണാനില്ലാതായി. എന്തായാലും പെയിന്റിങ് തുടങ്ങിപ്പോയി. കല്യാണത്തിന് ഒരു ദിവസം മുന്നെങ്കിലും പെയിന്റിങ് കഴിയണം. അങ്ങനെ അന്നത്തെ ദിവസത്തെ പണിയും കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ സ്കൂളിലെ എൻ്റെ ബെഞ്ചുമേറ്റായ മുബിനെ പണിക്കങ്ങ് വിളിച്ചു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ മുബിൻ അങ്ങ് പണി തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. വീടിൻ്റെ റൂമുകളും ഫ്രണ്ടും മാത്രം പെയിന്റ് അടിക്കുന്നതുകൊണ്ട് പെയിന്റ് കുറച്ചാണ് വാങ്ങിയത്. ആദ്യം പെയിന്റ് അടിക്കാൻ വന്ന ആൾ പകുതി വഴി മുങ്ങിയത് കൊണ്ട് പെയിന്റ് രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ കളർ കറക്റ്റ് ആവുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇല്ലാത്ത പൈസ കൊണ്ട് വാങ്ങിയത് കൊണ്ട് ദൈവം കൈവിട്ടില്ല. പെയിന്റ് കറക്റ്റായിട്ട് മുബിൻ തന്നെ മിക്സ് ചെയ്ത് തന്നു. പിന്നെ അങ്ങോട്ട് 2 ദിവസം കൊണ്ട് വീടിനകവും ഫ്രണ്ടും എല്ലാം കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വൃത്തിയാക്കി പെയിന്റ് അടിച്ചെടുത്തു. ദൈവം സഹായിച്ച് ആദ്യം കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും അവസാനം പഴയ പോലെ ഇരുന്ന എൻ്റെ ആ വീടിനെ പുതിയ രീതിയിലാക്കി ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്.